ഹായ് ഗൈസ്, നമ്മളിന്ന് ഹൃദയപൂർവ്വത്തിന്റെ റിവ്യൂ ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്റെ പേര് അദ്വൈത്. എന്റെ പേര് ശ്രീദേവ്. പടത്തിനെ കുറിച്ച് എന്താണ് നിന്റെ അഭിപ്രായം? നമ്മള് ഫസ്റ്റ് നമ്മൾ പ്രതീക്ഷിച്ചു വന്ന ഒരു സത്യനന്ദിക്കാട് പടം നിലയിലാണ് നമ്മൾ കയറിയത്. ആ ഒരു സാധനം കിട്ടിയെന്ന് വെച്ചാൽ കിട്ടി. സത്യനന്ദിക്കാട് നമ്മള് കണ്ടു വഴികിയ ഞാൻ പ്രകാശം പോലത്തെ ഒരു സെറ്റപ്പ് ആണ് ശരിക്കും പറഞ്ഞ പടം. ഒരു നോർമൽ ലെവലിൽ പോകുന്നു. കൂടുതൽ ഹൈപ്പും കാര്യങ്ങളൊന്നും ഇല്ല. എന്നാൽ മോഹൻലാൽ ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ലാസ്റ്റ് പാർട്ടിൽ കുറെ കാര്യങ്ങൾ കുത്തിക്കയറ്റിയെന്ന് തോന്നി. പിന്നെ കോമഡി സന്ദീപിനെ എടുത്തു പറയണം. നമ്മള് കോമഡി കാര്യങ്ങളെല്ലാം അല്ലേ സന്ദീപിന്റെ എനിക്ക് സന്ദീപ് എന്ന് പറഞ്ഞാൽ നമ്മള് സന്ദീപിനെ മറ്റ് സിനിമകളിൽ നിന്നോ അത് തന്നെയാണ് മുന്നേ ഇതിൽ പിടിച്ചിരിക്കുന്നത്. പക്ഷെ ആ സാധനം വർക്കായി. നമ്മള് കൂടുതലും സന്ദീപ് ഇപ്പം വന്നുകൊണ്ടിരിക്കുവാണല്ലോ. എന്ന് വെച്ചാല് ഇൻഡസ്ട്രിയിൽ ആ ഒരു സന്ദീപ് എന്നുള്ളത് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയി. എന്നാലും നമുക്ക് പുള്ളിയായിട്ട് തന്നെയാണ് നിന്നിരിക്കുന്നത്. അല്ലാതെ ഒരു കഥാപാത്രം എന്നൊന്നും പറയാൻ കുറച്ചാണെങ്കിലും ഇതില് ഫുൾ ടൈം ആയിട്ടുണ്ട്. പക്ഷെ ഇഷ്ടപ്പെട്ട് കോമഡി ആയാലും ഇപ്പം സിദ്ദിഖിന്റെ എനിക്ക് പേഴ്സണലി സിദ്ദിഖെല്ലാം കോമഡി ആയിട്ടാണ് വരുന്നതെങ്കിലും ഫസ്റ്റ് സ്ഥലത്ത് എന്തൊരു ബീറ്റ് അടിച്ച് ഇങ്ങനെ ഒരു എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്നൊരു ഫീൽ ഉണ്ടായി. പിന്നെ സന്ദീപിന്റെ ആയിട്ട് നമുക്ക് ആ ഒരു ഫീൽ ഇല്ല, എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ മോഹൻലാലിന്റെ ആയാലും കോമഡിയിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ നോർമൽ ഒരു സത്യനന്ദിക്കാട് പടമാണെങ്കിലും ലാസ്റ്റ് ആവുമ്പോ ഒരു ഓക്കെ നമുക്ക് മോഹൻലാൽ ഫാൻസ് ഉണ്ടല്ലോ, ആരൊന്ന് തൃപ്തിപ്പെടുത്തണമെന്നില്ലേ ആ ഒരു സെറ്റപ്പിലാണ് സത്യനന്ദിക്കാട് സിനിമ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സത്യനന്ദിക്കാട് മോഹൻലാൽ സിനിമ രണ്ടും വളരെ അവര് അത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ സത്യനന്ദിക്കാടിന്റെ അടുത്തിറങ്ങിയ സിനിമകളിലൊക്കെ ഒരു നായിക വരും. അപ്പൊ നായകന്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ അതാണ് സംഭവം. അത് അതേ ടെംപ്ലേറ്റ് തന്നെ ഒരു മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ കൃത്യം എല്ലാ ഫോർമുലകളും അതേപോലെ തന്നെ വർക്കായിട്ടുണ്ട്. എല്ലാത്തിനും ചെറുണ്ടിട്ടുണ്ട് കാര്യങ്ങള്. എന്നുവെച്ചാല് ഫാമിലി സെറ്റപ്പ് സ്ഥിരമായിട്ട് നമ്മള് സത്യനന്ദിക്കാടുണ്ട്. ഇപ്പൊ ഞാൻ പ്രകാശനെല്ലാം കണ്ട ഒരു ഫാമിലി സെറ്റപ്പ് ഉണ്ടായിരുന്നു. മൊത്തത്തിലൊരു സ്കാറ്റേർഡ് ആയിട്ട് അങ്ങനെ ഇങ്ങനെ എന്നുവെച്ചാല് ഒട്ടും നമ്മള് കണ്ട ഒരു പ്രോപ്പർ ഫാമിലി അല്ലാന്നില്ലേ ആ ഒരു സെറ്റപ്പിലായിരിക്കും അധികം സത്യനന്ദിക്കാടിന്റെ അടുത്ത് അടങ്ങിയ പടമല്ലോ. അപ്പൊ അതെല്ലാം വെച്ച് നോക്കുമ്പോ ഇതും ആ ഒരു പാറ്റേണാ പോകുന്നത്. പ്രോപ്പർ ആ ഒരു ഫാമിലി എന്ന് വെച്ചാൽ അങ്ങനെ സ്കാറ്റേർഡ് ആയിട്ടുള്ള ഒരു ഫാമിലി. പിന്നെ മോഹൻലാലിന്റെ ശരിക്കും തുടരുന്നൊക്കെ ഉള്ള പോലെ കോമൺ മാനായി വന്ന്, എന്നാൽ പുള്ളി ഇടയ്ക്ക് പുള്ളി റിയൽ ലൈഫിൽ സ്റ്റാർ ആയിട്ടുണ്ട്. ചില കാര്യം ഫൈറ്റും പരിപാടികളൊക്കെ വെച്ചുള്ള ഇതാണ്. പക്ഷെ ഒന്നും വെറുപ്പിക്കാതെ തന്നെ വെറുപ്പിക്കാണ്ട് എടുത്തിട്ടുണ്ട്. അത്ര വെറുപ്പിച്ചില്ലാത്ത തോന്നുന്നു. ഇപ്പൊ ഒരു കുടുംബമായിട്ടൊക്കെ നമ്മൾ എല്ലാ പ്രായത്തിലുള്ളവരായിട്ട് ഓണത്തിന് ഒരു സിനിമ കാണാൻ പോകുമ്പോ അതിനുള്ളതൊക്കെ ഉണ്ട്. പൈസ കൊടുത്ത് ആ പൈസക്ക് കിട്ടും. അല്ലാതെ അതില് ഭയങ്കര സിനിമ ഇത് ചെയ്യാന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് തോന്നില്ല. എന്ന് വെച്ചാല് ഉണ്ട് എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ ആ ഒരു മാനറിസും പിന്നെ ആ ഒരു ഇതെല്ലാം കൊണ്ട് ഓക്കെയാണ്. പക്ഷെ മോഹൻലാലിന് വേണ്ടിയുള്ള ഒരു പടം ആ ഒരു അങ്ങില്ല. മോഹൻലാലിന്റെ സ്റ്റാർ പവറിനെ കൃത്യമായി ഉപയോഗിക്കുന്ന, എന്നാൽ പുള്ളിന്റെ അഭിനയത്തിനായും ചില മൂമെന്റ്സ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞാൻ ക്യാരക്ടേഴ്സിനെ നോക്കിയാല് അത്യാവശ്യം എല്ലാരും ചെയ്ത് ഒരു വെറുപ്പിക്കാത്ത ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ പഴയ നമ്മള് സിദ്ദിഖ് പോലത്തെ ആക്ടേഴ്സ് പഴയ നമ്മൾ കണ്ട് വന്നിട്ടുള്ളവരും, എന്നാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വന്ന പുതുതായിട്ടുള്ളവരും എല്ലാവരും വന്നിട്ടുണ്ട്. അവര് റീൽസിലെല്ലാം കണ്ട് അവര് ബാലൻസ് കീപ്പ് ചെയ്ത് രണ്ടിനും ഗിവ് ആൻഡ് ടേക്കിന് പോകുന്നുണ്ട്. അത് ഒട്ടും നമുക്ക് അയ്യോ ഇത് രണ്ട് ഏജ് ഗ്യാപ്പ് ഒന്നും ഫീൽ ചെയ്യില്ല. പിന്നെ മാളവിക മോഹനാണ് പിന്നെ പറയേണ്ടത്. എന്തോ പേഴ്സണലി പുള്ളിക്കാരുടെ അഭിനയം അത്ര ഇഷ്ടമില്ല. സത്യനന്ദിക്കാരന്റെ സംവിധാനത്തിലാണ് പിടിച്ചു പോകുന്നത്, അല്ലെങ്കിൽ പിടിച്ചു പോയത്. കൊറേ ക്രിഞ്ച് അടിക്കാനുള്ള സീൻസ് എല്ലാം ഉണ്ട്. എന്ന് വെച്ചാല് പുള്ളിക്കാരുടെ അഭിനയം കൊണ്ടാണോ അല്ല ആ ഒരു സ്റ്റോറി കൊറേ ക്രിഞ്ച് എലമെന്റ്സ് ഉണ്ട്. പക്ഷെ ആ ഒരു പടത്തിന്റെ ആ ഒരു ഫ്ലോ കൊണ്ട് പോയി. പിന്നെ
പേഴ്സണലി പറയാനായിട്ട് പുള്ളിക്കാരിയുടെ ഒരു ക്യാരക്ടർ അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ബാക്കി ഏറ്റവും ഇപ്പൊ ഒരു പണ്ടൊക്കെ സത്യനിധിക്കാട് സിനിമ എന്ന് പറഞ്ഞ ഒരു ഗ്രാമം, നന്മ നിറഞ്ഞ ഗ്രാമം, ആ ഒരു സെറ്റപ്പ് മാറി. ആ സെറ്റപ്പ് മാറി. പുള്ളിയുടെ പിള്ളേരുടെ പോലും പുള്ളിന്റെ മക്കളുടെ സിനിമകളുടെ പോലെ ഇച്ചിരി അർബൻ രീതിയിലേക്ക് മാറിയിരുന്നു. അത് എല്ലാത്തിലും ഉണ്ട്. എഡിറ്റിങ്ങിലായാലും ആ ഒരു ക്യാമറയിലായാലും എന്തായാലും അവരാണല്ലോ, അവരുണ്ടാകുമല്ലോ വീട്ടിലും എല്ലാത്തിലും. സ്റ്റൈലൊക്കെ പറ്റുമ്പോൾ നമുക്ക് പാച്ച് വർക്കുതൊക്കെ അങ്ങനത്തെ സിനിമകളൊക്കെ ഓർമ്മ വരുന്ന രീതിയിലാണ്. ആ ഒരു സെറ്റപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് എഡിറ്റിങ്ങിലായാലും അത് കറക്റ്റ് കാണാനുണ്ട്. പറയാ ഓണത്തിന് വീട്ടുകാരെ ഒന്നും വെറുപ്പിക്കാതെ എല്ലാരും ഭയങ്കര ജോളിയായിട്ട് പോവാൻ പറ്റിയ ഒരു സിനിമയാണ്. അതിൽ കൂടുതലൊന്നും ഇല്ലാന്നുള്ളൂ. നോക്കാം ഈ ഓണത്തിന് ആരായിരിക്കും ഓണം ഓണം പിന്തുടർന്ന്